ഹലോ. അപ്പൊ എന്റെ മൈക്ക് വന്നിട്ടുണ്ട്. ഇന്നാണ് വന്നത് കേട്ടോ. 2-3 ആഴ്ച കഴിഞ്ഞ് ഇപ്പൊ ഓർഡർ ചെയ്തിട്ട്. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മൈക്ക് വന്നു കേട്ടോ. എന്റെ മൈക്ക് വന്നു. ഇനി വീഡിയോസിന് സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയണം. കാരണം എനിക്കിതിന്റെ സെറ്റിങ്സോ കാര്യങ്ങളോ വലിയ പിടുത്തമൊന്നുമില്ല. ഇങ്ങനെ ഓണാക്കി മറ്റേ സെറ്റിങ്സിൽ എന്തോ ബ്ലൂടൂത്തിനകത്തൊന്നും സംഭവങ്ങൾ കണക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണോ ഇല്ലയെന്ന് അറിയത്തില്ല. വീഡിയോസ് കണ്ടിട്ട് സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയുക. പിന്നെ ഇന്ന് രാവിലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ബ്രെഡും ജാമുമാണേ. ഇന്നലെ പുള്ളി പറഞ്ഞിട്ടാണ് കിടന്നത് ബ്രെഡ് മതി ഇന്ന് കൊണ്ടുപോകാൻ. ബ്രെഡാണേ. രാവിലെ വീഡിയോസ് ഒന്നും വലിയ കാര്യമായിട്ട് എടുക്കാനായിട്ട് ഇല്ലാഞ്ഞത്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ചു നേരം ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് വർത്താനം പറയാവേ. മൈക്ക് വന്നതല്ലേ, അപ്പൊ ഇച്ചിരി നേരം സംസാരിക്കണ്ടേ. എല്ലാവരും എഴുന്നേറ്റോ? എന്തൊക്കെയാണ് എല്ലാവരുടെയും പരിപാടികള്? ഇന്നലെ വൈകിട്ട് ഞാൻ ഓൾറെഡി പൂരി ഉണ്ടാക്കിയതായിരുന്നു. ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചതാണേ. അപ്പൊ ഇന്നലെ പൂരി ഉണ്ടാക്കി. അത് ഇപ്പോഴും താണ്ട ഇരിക്കുന്നേ. ഞാൻ കാണിച്ചു തരാവേ. കണ്ട, ഇനി ഇതിലിരിക്കുക. ഇവിടെ അങ്ങനെ ഇത്തിരി ഉണ്ടാക്കിയാലും മിച്ചമായിരിക്കും. അപ്പം ഇനി ഇന്നലെ പൂരി ഇന്നിനി ചപ്പാത്തി എല്ലാം കൂടെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്നാ ബ്രെഡ് ഓക്കെ പറഞ്ഞു. അപ്പം ഇനി ഇവരെല്ലാം പോയിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇരിക്കാം. ഓക്കെ, ടാറ്റാ. അരി അങ്ങ് രാവിലെ ഇട്ടേ. ഇന്ന് ആരും ഇല്ല പ്രത്യേകിച്ച്. അച്ചാച്ചൻ ദൂരെയാണ്, അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ അരി ഇട്ടത് രാവിലെ അതങ്ങ് ഇടുവാണെങ്കിൽ ആ പണി അങ്ങ് കഴിയില്ല. പിന്നെ എൻ്റെതായ പരിപാടിക്കകത്ത് കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ അങ്ങ് എഴുന്നേറ്റപ്പോഴേ അങ്ങ് അരിയിട്ടു. പിന്നെന്തുവാ വിശേഷങ്ങള്? ഇന്ന് നമുക്ക് ഇച്ചിരി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പുറകെ വരാവേ. കടവാവൽ എഴുന്നേറ്റ് വരുന്നത് പോലെ എൻ്റെ ചെറുക്കൻ എഴുന്നേറ്റ് വരുന്നുണ്ടോ? ഇന്ന് എന്താണോ 2-3 പ്രാവശ്യം വിളിക്കേണ്ടി വന്നില്ല. 2 പ്രാവശ്യം വിളിച്ചപ്പോഴേ ഇനി എത്തി. Good morning, guys. അവന്റെ പുറകെ എന്റെ പെങ്കൊച്ചു എഴുന്നേറ്റോ. പാലും കുടിച്ച് കിടക്കുവാണ്. ഇപ്പൊ ഒരു സൂത്രം കാണിച്ചു തരാവേ. എന്നെ പേടിപ്പിക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്നതാണ്. പിന്നെ എവിടെ പോവാ? എവിടെയാ? അംഗനവാടി പോവാണോ? എല്ലാവർക്കും ഒരു ടാറ്റ ഒക്കെ പറഞ്ഞേ. നാളെ കാണാന്ന് പറ. ഇതാണ് ഒരു ടാസ്ക്. എത്ര നേരം ഇരുന്നെന്നറിയോ? ദോശ അവക്കുണ്ടാക്കി കൊടുത്തത്. പരിപാടികളെല്ലാം തീർത്തെന്നല്ല, പിള്ളേരെ 2 സ്കൂളിലോട്ടൊക്കെ വിട്ടു. പെണ്ണിനെ കൊണ്ടതാ ഇപ്പൊ അംഗനവാടി വിട്ടു. ചെറുക്കനെ സ്കൂളിൽ വിട്ടു. അപ്പൊ ഇന്നത്തെ വലിയ 2 ഡ്യൂട്ടികൾ കഴിഞ്ഞു. ഇനി ഞാൻ ചായ വെക്കാൻ പോവാണ്. രാവിലെ ഒരു ചായ കൂടി കഴിഞ്ഞു. ഇത് 2ാമത്തെയാണേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മൈക്കില്ലാത്ത കാരണം സത്യത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സൗണ്ട് ഇല്ല നിങ്ങളെല്ലാവരും എപ്പോഴും പറയുന്നില്ലേ. സൗണ്ട് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനിവിടെ നിന്ന് സംസാരിച്ചിട്ട് എന്തോ പറയാനായിട്ടാ, നിങ്ങൾ എന്ത് കേൾക്കും ഒന്നും അറിയത്തില്ലാത്ത കാരണമാണ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇടാഞ്ഞതേ. അപ്പൊ എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാനീ പറയുന്നത് വല്ല സത്യത്തിൽ കേൾക്കുന്നുണ്ടോ? കാരണം മൈക്ക് ഇങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ നമുക്ക് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇന്നപ്പോ രാവിലെ ഇന്നെന്തുവാ സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു. പക്ഷെ സത്യത്തിൽ ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാനൊന്നുമില്ല. കാരണം ഇന്നലെ ഓൾറെഡി ഇന്നലെ കക്കാർച്ചി ഉണ്ടാക്കിയായിരുന്നു. മത്തി വറക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതും ഓൾറെഡി ഇരിപ്പുണ്ട്. മോരുണ്ട്. പിന്നെ ഇന്നപ്പോ സത്യത്തിൽ കറികളൊന്നും വേണ്ട. കാരണം ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അച്ചാച്ചൻ ഇന്ന് കഞ്ഞിക്കുഴിയില്ല ജോലി. അപ്പോൾ ഉച്ചയ്ക്കൊന്നും വരത്തില്ലല്ലോ. ഇനി വൈകിട്ടല്ലേ ഉള്ളൂ. ഞാൻ പിള്ളേർ 2 പേരും പോവുകയും ചെയ്തു. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടെന്ന് പറയാം. പക്ഷെ എനിക്കിന്ന് നല്ല ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഭയങ്കര ഒരു കൊതിയുണ്ട്. ഒരു ബിരിയാണിയോ എന്നല്ല, ബിരിയാണി.
എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ബിരിയാണി. അത് തിന്നാനൊരു ആശയുണ്ട്, പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വാങ്ങിക്കും. ഇല്ല, വേണ്ട, ശരിയാവത്തില്ല. അതിപ്പോ ഒരു ശീലമായോ എന്നൊരു സംശയം. വേണ്ട, നോക്കട്ടെ. പറ്റുവാണെങ്കിൽ ഞായറാഴ്ച ബിരിയാണി ഉണ്ടാക്കാം. വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നമുക്കത് നടന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറ്റുവാണെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? ഞാൻ രാവിലെ എനിക്ക് ബ്രെഡും ജാമും ആയിരുന്നേ. അപ്പൊ അത് കാരണം പിന്നെ ഞാൻ അത് ഉണ്ടാക്കുന്ന ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബ്രെഡ് ജാമും ഉണ്ടാക്കുന്ന എന്തോ ഞാൻ കാണിക്കാനായിട്ടാണ് നിങ്ങളെ. അതാ പിന്നെ അതിന്റെ രാവിലത്തെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും അങ്ങനെ ഇല്ലാത്തത്. നാളത്തേക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കണം. ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഓർത്തോണ്ടേ ഇരിക്കണം. ഓരോ ദിവസമല്ല, ഒരു സമയം. ഒരു രാവിലത്തെ കഴിയുമ്പോൾ ഓർക്കണം ഇനി ഉച്ചയ്ക്ക് എന്തുവാ, ഉച്ചക്കത്തെ കഴിയുമ്പോൾ ഓർക്കണം ഇനി പിള്ളേർ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് എന്നതാ, അത് കഴിയുമ്പോൾ ഓർക്കണം ഈ രാത്രിയിൽ എന്തുവാ, നാളെ എന്നതാ, രാവിലത്തേക്ക് ഉച്ചക്കത്തേക്ക്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടേ ഇരിക്കണം അല്ലേ. ഇത് വലിയ ടാസ്ക് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ആണുങ്ങൾക്ക് ഇത് മനസ്സിലാകാഞ്ഞിട്ടാ. പറഞ്ഞില്ലേ നിങ്ങളോട്, വേറൊന്നുമല്ല കേട്ടോ. നമ്മളിങ്ങനെ സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, നമ്മൾ പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കല്യാണത്തിനൊക്കെ മുമ്പ് നമുക്ക് ഒരു ജോലിയൊക്കെ ആയി വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങുന്ന ആ ഒരു സമയല്ലേ. ആ ഒരു സമയത്തെ സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒന്ന് ചിറക് വിടർത്തി പറക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയം. പക്ഷെ സത്യത്തിൽ അത് സാധിക്കാറേ ഇല്ല. കാരണം നമ്മളൊന്ന് ചിറക് വിടർത്താം എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ പേരൻസ് ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നിട്ട് അയ്യോ ഇനി ഇവളെ കെട്ടിച്ചു വിടണമല്ലോ, അല്ലെങ്കിൽ ഇനി അടുത്ത കല്യാണം ആലോചിക്കാം എന്നുള്ള ഒരു ടോക്ക് അവിടെ ആരംഭിക്കും അല്ലേന്നെ. കല്യാണം കഴിച്ച പെൺപിള്ളേര് കല്യാണം കഴിക്കാത്ത ആൾക്കാരോട് ഒരു ടിപ്പ് പറഞ്ഞാൽ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷമല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തുവാണ് എന്നുള്ളത്. അപ്പൊ അത് വെച്ച് പറയുവാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. നല്ലൊരു ജോലി കണ്ടുപിടിക്കുക, ഒരു നല്ലൊരു വരുമാനം ഉണ്ടായിരിക്കുക, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളും ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുക. ഇതിനൊക്കെ ശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു വിവാഹം എന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. ബിക്കോസ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അത് ഓരോ കാര്യങ്ങളും ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളുടെ ഇഷ്ടത്തിലേക്കാൾ നമ്മളേറെ നമ്മുടെ ഹസ്ബൻഡിന്റെയോ അല്ല അവരുടെ പേരൻസിന്റെയോ അല്ല നമുക്ക് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ, ഇങ്ങനെ ഓരോന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളുടേതായ കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡായിട്ട് നമ്മൾ വെക്കുള്ളൂ എപ്പോഴും. കല്യാണം കഴിഞ്ഞതിന് ശേഷം സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മളുടെ ജോലിക്ക് പോകുന്നത്. നമ്മൾക്ക് ഇപ്പം യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. മിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ. ഓരോരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കാണുമല്ലോ, നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം. അന്ന് കല്യാണത്തിന് ശേഷം പോകാമെന്ന് കരുതി വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. സാധിക്കുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമായിരിക്കും. ഒരു ഏണിങ്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർക്കുക, ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ഒക്കെ ആ ഒരു സമയം നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വിവാഹത്തിലോട്ട് കിടക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യമേ ചാടിക്കേറിയൊരു അത് പേരൻസിനോടും കൂടെ പറയുന്ന കേട്ടോ, ഒരു ജോലി ആയി കഴിയുന്ന ഉടനെ തന്നെ അവരെ പിടിച്ച് കെട്ടിച്ചു വിടുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തണം നിങ്ങൾ ആദ്യം. കല്യാണം കഴിച്ചതിന് ശേഷം അയ്യോ ഇനി പഴയതുപോലെ മതിയായിരുന്നു എന്ന് വിചാരിച്ചാൽ നമുക്ക് തിരിച്ചു കയറി വരാൻ പറ്റില്ല. തിരിച്ചു പുറകോട്ട് ചിന്തിക്കാനേ പറ്റുള്ളൂ, തിരിച്ചു പുറകോട്ട് വരാൻ പറ്റില്ല. അതേസമയം നമ്മളുടേതായ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഒരു വിവാഹമാകുക എന്ന് നമ്മുടെ മനസ്സിന് തോന്നുന്ന സമയത്ത് നമുക്ക് വിവാഹം കഴിക്കാം. അതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതേസമയം നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷം അയ്യോ പഴയതുപോലെ ജോലി മതിയായിരുന്നു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മതിയായിരുന്നു എന്ന് തോന്നിയാൽ നമുക്ക് തിരിച്ചു കയറി വരാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, ഒന്ന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് 3 വട്ടമെങ്കിലും ചിന്തിക്കുക. മറ്റൊരാളുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട്, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യത്തിന്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ, ഇങ്ങനെയുള്ള മാരേജ് പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എടുത്ത് ചാടാതിരിക്കും. ഓക്കെ.
പിന്നെ പ്രേമിക്കുന്ന പിള്ളേരോടും പ്രേമിച്ചു. പ്രേമവും കാര്യങ്ങളൊക്കെ വേണം. ഓരോ പ്രായത്തിലും അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ള നമ്മുടെ ഹോർമോണും കാര്യങ്ങളും കറക്റ്റ് ലെവലിലോട്ട് പോകത്തുള്ളൂ. അതൊന്നും തെറ്റായ ഒരു കാര്യമൊന്നുമല്ല. പേഴ്സണലി ആണ്, കാരണം ഞാനും പ്രേമിച്ച് കെട്ടിയതാണ്. അതെല്ലാവരും ഒന്ന് ആലോചിച്ചോണം കേട്ടോ. എന്നാൽ അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്ക് എന്തും ടേസ്റ്റ് ചെയ്താലല്ലേ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അതിന്റെ രുചി എന്താന്നുള്ളത്. എന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് എന്നുള്ളതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അതേ കയറി ആരും തൂങ്ങരുത്. എന്നാലും പ്രേമം ഒക്കെ ഒരു വഴിയിൽ അങ്ങ് കൊണ്ടുപോവുക. പഠിത്തം, ജോലി, സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടായിരിക്കണം, നല്ലൊരു വരുമാനം ഉണ്ടായിരിക്കണം. കാരണം നമ്മൾക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾക്ക് ഒറ്റയ്ക്ക് നേരിടാനുള്ള ഒരു ശക്തിയും ഒരു വരുമാനവും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രം വിവാഹം ആലോചിക്കാവുള്ളൂ. ഈ കാക്ക എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനേക്കാളും വലിയ മൈക്ക് വല്ല ഞാനിനി ഇവിടെ വാങ്ങിക്കേണ്ട ഗതികേട് വരും. അപ്പൊ ഞാൻ പോയി ബ്രെഡ് തിന്നട്ടെ. ഇതൊക്കെ എന്താ ഇപ്പൊ ഇവിടെ വന്ന് പറയാനുള്ള കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കഴിഞ്ഞ ദിവസം ചുമ്മാ ഇവിടെ ഇരുന്നപ്പം എന്റെ കൂട്ടുകാരിങ്ങനെ വിളിക്കുമല്ലോ, അപ്പൊ അവരിങ്ങനെ വിളിച്ചപ്പോ പറഞ്ഞു, ഷോന്നേടി ഇപ്പൊ വേണ്ടായിരുന്നല്ലേടി, കെട്ടണ്ടായിരുന്നു, പഴയതുപോലെ നമ്മൾ പഠിച്ചോണ്ടിരുന്ന ആ ഒരു സമയത്ത് അത് മതിയായിരുന്നല്ലേടി, അത് എന്ത് രസമായിരുന്നല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് നിങ്ങളോടും കൂടെ അത് പറയാം. നിങ്ങൾക്ക് പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കുമല്ലോ. എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തിനാ നമ്മളെ മറച്ചു വെക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അത് കല്യാണം കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ഏതെങ്കിലുമൊക്കെ ഒരു മൊമെന്റ് തോന്നുന്ന കാര്യമാണ്. ഓ ഇപ്പം വേണ്ടായിരുന്നു, അല്ലെ ഒരു സ്കൂൾ മതിയായിരുന്നു, അല്ലെ കോളേജ് ടൈം മതിയായിരുന്നു, അല്ലെ ജോലി കിട്ടിയ ആ സമയം മതിയായിരുന്നു, കുറച്ചും കൂടൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരുപാട് പേരുണ്ടാവും. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എന്നെ നിങ്ങളോടൊക്കെ സംസാരിച്ചെന്നുള്ളൂ. പിന്നെ എന്റെ മൈക്ക് കിട്ടിയതല്ലേ, ഇതിനൊക്കെ സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ, ഇതൊക്കെ ഓക്കെ ആണോ എന്ന് അറിയണ്ടേ, അതോടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാൻ പോയി ബ്രെഡൊക്കെ കഴിക്കട്ടെ. രാവിലെ ഇന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ ഫുഡ് അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിച്ചില്ല, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇന്നൊട്ടും സെറ്റല്ല. ഇപ്പൊ രാവിലെ ഇന്ന് പിള്ളേരെ വിട്ടിട്ട് നേരെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങണം എന്ന് വിചാരിച്ച ആളായിരുന്നു ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളോടൊക്കെ സംസാരിച്ച് കഴിയുമ്പം ഓൾറെഡി നമുക്ക് ഒന്നൊന്ന് ഓക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇനി പോയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരുന്നത്. ഇനി ഞാൻ ചായയും കുടിച്ച് ഇതും കഴിച്ചു കഴിയുമ്പം ശരിയാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയായില്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കും. ചിറക് വിടർത്തി പറക്കാനായിട്ട് പറ്റുന്ന സമയം ചിറക് വിടർത്തി തന്നെ പറക്കുക. പിന്നീട് അത് പറത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ചിറകെ പിടിക്കാൻ പിള്ളേരും ഒരു ചിറകെ പിടിക്കാനായിട്ട് ഹസ്ബൻഡും കാണും. മൈൻഡ് ഇറ്റ്. നമ്മുടെ ചേമ്പ് പുഴുങ്ങിയത് ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ. എന്റെ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടോ? എന്തുവാ സംഭവം എന്ന് നോക്കുവാണേ. പിന്നെ നമ്മുടെ ഇതിന്റെ കൂടെ മുളക് പൊട്ടിച്ചത്, നമ്മുടെ കാന്താരിയായിരുന്നു നല്ലത്, കാന്താരി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകും ചെറിയ ഉള്ളിയും കുറച്ച് ഒരു കുഞ്ഞു കഷ്ണം പുളിയും ഉപ്പും കൂടി ഇട്ട് നമ്മുടെ മിക്സിയിൽ ഒരൊറ്റ കറക്ക്, ചെറിയൊരു കറക്കെ, അപ്പോൾ ഒന്ന് ചതച്ചെടുക്കുന്ന പരുവം. അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച സംഗതി കുശാലായി. ഒരു ഗിഫ്റ്റാണ്, പേര് പറയുന്നില്ല ഞാൻ ആരാ തന്നേന്ന്. കുഞ്ഞിപ്പിള്ളേർക്ക് കൊടുത്തതാ കേട്ടോ. അപ്പോൾ ചേച്ചി താങ്ക് യു. ചേച്ചിയോട് താങ്ക് യു പറ.